ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താനായി തീരുമാനിച്ചത്. ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായി, സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ പത്രസമ്മേളനം കൂടിയാണ് ഇത്. കഴിഞ്ഞ ഒരു മാസക്കാലം മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം വകുപ്പിൽ ആദ്യഘട്ടത്തിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ളൊരു സ്ഥിതി വിലയിരുത്താനും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താനുമാണ് ആദ്യ സമയം വിനിയോഗിച്ചത്. ആദ്യ ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കേരളത്തിലെ പ്രധാന എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിലവിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്തുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഫസ്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ നമ്മൾ എക്സൈസിൽ പ്രഖ്യാപിച്ചത്. അതിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ, മയക്കുമരുന്ന് മാത്രമല്ല ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ ശക്തിപ്പെടുത്തുക എന്നൊരു തീരുമാനമാണ് സ്വീകരിച്ചത്. അതിന് ഓപ്പറേഷൻ തണ്ടർ എന്നാണ്. അത് മുമ്പ് തന്നെ എക്സൈസിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻസിന് ഓപ്പറേഷൻ തണ്ടർ എന്നൊരു പേരുണ്ട്. പക്ഷെ അത് ഇടക്കാലത്ത് മുടങ്ങിക്കിടക്കുന്നതിനാൽ നമ്മൾ ആ പേരിൽ തന്നെ ഓപ്പറേഷൻ തണ്ടർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. നാളിതുവരെ ഓപ്പറേഷൻ തണ്ടറിൽ എൻഫോഴ്സ്മെൻറ്റ് സൈഡിൽ 14,722 കേസുകൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 14,722 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിലെ 1,422 എണ്ണം NDPS കേസുകളാണ്. അബ്കാരി കേസുകൾ 2,292 കോട്ട്പ കേസുകൾ, പുകയിലയുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 11,008 കേസുകളാണ്. അതിൽ തന്നെ NDPS കേസുകളിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് 15 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകൾ എക്സൈസ് സേന അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. മീഡിയം ക്വാണ്ടിറ്റി കേസ് 170 എണ്ണമാണ്. കഞ്ചാവ് 185.555 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഹെറോയിൻ 225.689 ഗ്രാം ആണ് ഹെറോയിൻ. ഹാഷിഷ് ഓയിൽ 157.113 ഗ്രാമാണ്. MDMA 795.88 ഗ്രാം. മെത്താംഫിറ്റമിൻ 771.67 ഗ്രാമാണ്. ബ്രൗൺ ഷുഗർ 7.94 ഗ്രാം. കഞ്ചാവ് ചെടികൾ 265 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. ചാരായം 231.9 ലിറ്റർ തുടങ്ങി അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വ്യാജ കള്ള 1,175 ലിറ്ററാണ്. വാഷ് 16,422 ലിറ്റർ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ 5,584.569 കിലോഗ്രാം. എക്സൈസ് സേനയെ സംബന്ധിച്ച് എനിക്ക് ഉദ്യോഗസ്ഥന്മാരുമായും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുമായൊക്കെ സംസാരിക്കുമ്പോൾ കുറേയേറെ പരിമിതികൾ അവർക്കുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ആധുനികവൽക്കരണത്തിലേക്ക് പൂർണ്ണമായി കടന്നിട്ടില്ലാത്ത ഒരു സേനയാണ് എക്സൈസ്. സ്റ്റാഫുകളുടെ എണ്ണം തന്നെ ഏകദേശം 5,000-നടുത്ത് മാത്രമാണ്. അവരാണ് എൻഫോഴ്സ്മെൻറ്റും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നവരാണ്. ആധുനികമായ ഉപകരണങ്ങളുടെ അഭാവമുണ്ട്. വാഹനങ്ങളുടെ ഷോർട്ടേജുണ്ട്. നിലവിൽ മയക്കുമരുന്ന് കണ്ടെത്തുന്ന സമയത്ത് സബ്സ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ കിറ്റുകൾ എക്സൈസ് സേനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ കേസുകൾ എടുക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യം, നമ്മളിത് കെമിക്കൽ എക്സാമിനേഷൻ അയച്ചാൽ കാലതാമസം ഉണ്ടാകുന്നതൊക്കെ തന്നെ കേസുകളെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യവും അറിയിക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനാണ് പ്രാഥമികമായ ശ്രമം ഉണ്ടായത്. അത് ബജറ്റ് പ്രപ്പോസൽ എന്ന രീതിയിൽ സംസ്ഥാന എക്സൈസ് വകുപ്പ് ബജറ്റിലേക്ക് തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയായിരുന്നു. അതിൽ കേരളത്തിലെ മുഴുവൻ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലേക്കും സബ്സ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ കിറ്റുകൾ നൽകാനുള്ളൊരു തീരുമാനത്തിന് വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തുക ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. കാരണം കേരളത്തിൽ എല്ലാ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലും ഇനി മുതൽ പിടിച്ചെടുക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾ കൃത്യമായി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സബ്സ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ കിറ്റുകൾ നമുക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി, എക്സൈസിൻ്റെതായി കേരളത്തിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി അനുവദിക്കുവാൻ ബജറ്റിൽ അനുമതി ഉണ്ടായിട്ടുണ്ട്.
അതോടുകൂടി സംസ്ഥാന എക്സൈസിന് കേസുകൾ പിടിച്ചെടുക്കുന്നതിന് എടുത്തു കിട്ടുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറിക്ക് അയച്ച് അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് എന്നൊക്കുന്ന ഒരു കാലതാമസം ഒഴിവാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി യാഥാർത്ഥ്യമാവുന്നതോടെ ആ പ്രശ്നത്തിന് പരിഹാരമാകും. കൂടാതെ സംസ്ഥാനത്തെ എക്സൈസ് റേഞ്ച് ഓഫീസുകളുടെ സ്റ്റേഷനുകളുടെ സ്ഥിതി വളരെ മികച്ച അവസ്ഥയിലല്ല. മോഡൽ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ ആരംഭിക്കുന്നതിനും ഇത്തവണ ബജറ്റിൽ തുക വകയിരുത്തുന്നു. അതോടുകൂടി ഒരു എക്സൈസ് ഓഫീസ് ഒരു പ്രദേശത്ത് എൻഫോഴ്സ്മെൻറ്റിനൊപ്പം മറ്റ് കാര്യങ്ങളിലും കേസിൻ്റെ കൺവിക്ഷൻ ഉറപ്പുവരുത്താൻ ആവശ്യമായ അടിസ്ഥാന സാഹചര്യങ്ങളുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോഡൽ എക്സൈസ് ഓഫീസുകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിരവധി തസ്തികകൾ ആവശ്യമുള്ള ഒന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. പക്ഷെ പുതിയ തസ്തികകളില്ലാത്തതിനാൽ നിലവിലുള്ള ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചുകൊണ്ട് നാർക്കോട്ടിക് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനവും എക്സൈസ് ആരംഭിക്കുകയാണ്. എക്സൈസ് ഇത് ഞാൻ പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് സൈഡാണ് ഓപ്പറേഷൻ തണ്ടറിൻ്റെ കാര്യത്തിൽ. പക്ഷേ വളരെ സമഗ്രമായ ഒരു പ്രവർത്തന പദ്ധതി സംസ്ഥാന എക്സൈസ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. മയങ്ങില്ല കേരളം എന്ന ക്യാമ്പയിനാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു മിഷനാണ്. അതിൽ എൻഫോഴ്സ്മെൻറ്റ് സൈഡുണ്ട്, അതോടൊപ്പം തന്നെ നിലവിലുള്ള വിമുക്തിയുടെ അവയർനെസ് സൈഡുണ്ട്. കാരണം വളരെ മികച്ച രീതിയിൽ ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് എക്സൈസിന് അതിനുള്ള ശേഷിയുണ്ട്. 31ഓളം എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നിംഹാൻസിൽ പരിശീലനം നേടിയവരാണ്. സംസ്ഥാനത്താകമാനം പരിശീലനയുടെ വലിയൊരു നെറ്റ്വർക്കുണ്ട്. ഇത് കേരളത്തിലെ ആകമാനമുള്ള വിദ്യാലയങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി നിലവിലുള്ള സിസ്റ്റത്തെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട്, ഇപ്പം നിലവിൽ നാർക്കോട്ടിക് ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണ ഇഫക്റ്റീവ് അല്ല. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകളുടെ പ്രവർത്തനം വിപുലീകരിച്ച് അവയർനെസ് സൈഡിനെ എക്സൈസിൻ്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മിഷൻ്റെ ഭാഗമായി. മയങ്ങില്ല കേരളം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പില്ലർ എൻഫോഴ്സ്മെൻറ്റും അവയർനെസ്സിനൊപ്പം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പില്ലർ ഡി അഡിക്ഷനാണ്. സംസ്ഥാനത്തെ ഡി അഡിക്ഷനിൽ 14 ഡി അഡിക്ഷൻ സെൻ്ററുകളാണ് എക്സൈസിനുള്ളത് വിമുക്തി മിഷൻ്റെ ഭാഗമായി. ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ ഉൾപ്പെടുന്ന നിലവിലുള്ള സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലേക്കും, അത് 77 സെൻ്ററുകളിലേക്ക് ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ പ്രവർത്തനം വ്യാപിക്കുക എന്ന ലക്ഷ്യമാണ് മയങ്ങില്ല കേരളം ക്യാമ്പയിനിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഞങ്ങളുടെ സിസ്റ്റത്തെ കൂടുതൽ വിപുലീകരിച്ച് എല്ലാ താലൂക്കുകളിലേക്കും ഡി അഡിക്ഷൻ സെൻ്ററുകൾ. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പുനരധിവാസവും റിഹാബിലിറ്റേഷനും സാമൂഹ്യ സംയോജനവുമാണ്. പുനരധിവാസം സമൂഹത്തിലേക്ക് ഇവരെ സംയോജിപ്പിക്കുക. പ്രധാനപ്പെട്ട പ്രശ്നം ഡി അഡിക്ഷന് ശേഷവും നിരവധി ആളുകൾ ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡി അഡിക്ഷന് ശേഷം റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പില്ലർ, ആ ഒരു മേഖല യഥാർത്ഥത്തിൽ വേണ്ടത്ര ഫോക്കസ് ചെയ്യപ്പെടാത്തതുകൊണ്ട് നിരവധി ആളുകൾ വീണ്ടും ഈ പാതയിലേക്ക് തിരികെ പോകുന്നുണ്ട്. റിഹാബിലിറ്റേഷനായി വളരെ സമഗ്രമായ ഒരു പദ്ധതിയാണ് എക്സൈസ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളതിനെ ആസൂത്രണം ചെയ്യുന്നത്. അത് പറഞ്ഞാൽ ഒരു പേഴ്സൺ സെൻട്രിക്കാണ്. ഓരോ വ്യക്തിയുടെയും പുനരധിവാസ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ 18 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയുടെ പുനരധിവാസ ആവശ്യമല്ല മുതിർന്ന ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പം വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ആവശ്യമല്ല മറ്റൊരാൾക്ക്. അപ്പോൾ അങ്ങനെ സമഗ്രമായി ചിന്തിക്കുന്ന സംസ്ഥാനത്തെ വിവിധ ഏജൻസികളെ സംയോജിപ്പിച്ചുകൊണ്ട് കായിക സംഘടനകൾ, ക്രിക്കറ്റ് അസോസിയേഷൻ, ഫുട്ബോൾ അസോസിയേഷൻ, അത്ലറ്റിക് അസോസിയേഷൻ, വോളിബോൾ അസോസിയേഷൻ, അല്ലെങ്കിൽ കയാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, സാമുദായിക സംഘടനകൾ, ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ പുനരധിവാസ പ്രോജക്റ്റാണ് എക്സൈസ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും. ഇപ്പം നിലവിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം മയക്കുമരുന്നിൻ്റെ ഇൻഫോർമർ ആരാകാൻ പലർക്കും ആശങ്കയുണ്ട്. ഇപ്പം എന്നോട് തന്നെ പറഞ്ഞ ആളുകൾ ഫോൺ ചെയ്ത് ഒരു വിവരം കൊടുത്താൽ നാളെ ഈ മാഫിയ വളരെ ശക്തമായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ഒരു വിഷയത്തെ സംസ്ഥാന എക്സൈസ് അഡ്രസ്സ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ടൊരു പോർട്ടൽ, മയങ്ങില്ല കേരളം ജനജാഗ്രത പോർട്ടൽ, ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന എക്സൈസ് അത് ഓപ്പറേഷണലാക്കിയിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞ് ഇനി മുതൽ ഫോൺ ചെയ്ത് പറയണ്ട, പോർട്ടലിൽ വിവരം നൽകാം.
ഇൻഫോർമേഷൻ മാത്രമല്ല, ഒരു ഗാർഡിയനായി പ്രവർത്തിക്കുന്ന ഇൻഫോമിംഗ് സിസ്റ്റം മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഒരാൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ കൗൺസിലർമാർ, എക്സൈസ് കൗൺസിലർമാരും മറ്റ് കൗൺസിലർമാരെ അറേഞ്ച് ചെയ്ത് കൗൺസിലിംഗ് നടക്കും. ഒരാൾക്ക് ഡി അഡിക്ഷൻ വേണം, ഇതിൽ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ പ്രവർത്തനം അതിനായി ഉപയോഗപ്പെടുത്തും. അതോടൊപ്പം മറ്റ് സേവനങ്ങളും. അപ്പോൾ വളരെ ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടലാണ്, ഇന്ത്യയിലെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി സമർപ്പിക്കുന്ന ആദ്യത്തെ ഇത്തരത്തിലുള്ളൊരു പോർട്ടലാണ് സംസ്ഥാന എക്സൈസിൻ്റെ മയങ്ങില്ല കേരളം ജനജാഗ്രതാ പോർട്ടൽ. അത് ജൂലൈ 1 മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം മറ്റ് പ്രവർത്തനങ്ങൾ, ഞങ്ങൾ എക്സൈസിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാജ കള്ളിനെ കുറിച്ചുള്ള നിരവധി പരാതികളുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ബാധിച്ച് മരണമടഞ്ഞവരെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ബാറുകൾ പ്രവർത്തന സമയത്തിന് മുൻപ് തന്നെ തുറന്നു പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ശക്തമായ ഇടപെടൽ എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരിൽ വ്യാജ കള്ളിൻ്റെ പരിശോധന വളരെ കൃത്യമായി തന്നെ സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. വ്യാജ കള്ള് പിടിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഭക്ഷ്യ വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഒക്കെ തന്നെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുകയാണ്. വളരെ കൃത്യമായ ആ മേഖലയിൽ ഇടപെടൽ നടത്തി വ്യാജ കള്ളിനെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഉറപ്പുവരുത്താൻ പോവുകയാണ്. ബാറുകളെ സംബന്ധിച്ചും കൃത്യമായ പ്രവർത്തന സമയം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെക്ക് പോസ്റ്റുകളിലെ നിരവധി പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ലാതെ കടന്നു പോകുന്നു എന്നുള്ള മാധ്യമ വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽ അദ്ദേഹം ആ വിഷയത്തിൽ സംസ്ഥാന ഫോഴ്സ് തന്നെ അതിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് ചെക്ക് പോസ്റ്റുകളുടെ ഉൾപ്പെടെ സുരക്ഷ ഉറപ്പുവരുത്തി അഴിമതിരഹിതമായി മുന്നോട്ട് പോകാനുള്ള പദ്ധതിയാണ് സംസ്ഥാന എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളും ഇതിന് ശേഷം ചോദ്യങ്ങൾക്ക് ശേഷം വിശദീകരിക്കാം. ഇതാണ് എക്സൈസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്നത്തെ ലോക മയക്കുമരുന്ന് ദിനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ കാര്യം. ബ്രീഫിംഗ്. സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറിക്ക് കായംകുളത്താണ് അതിൻ്റെ പ്രപ്പോസൽ വന്നത്. ഞങ്ങളിവിടെ സ്ഥലം കണ്ടെത്തി. അവിടെ നിലവിൽ ഒരു സ്പേസ് ഉള്ളൊരു സ്ഥലത്ത് ആണ് വന്നിരിക്കുന്നത്.